മുംബൈ അന്ധേരിയിൽ വനിതാ പൈലറ്റ് മരിച്ച സംഭവത്തിൽ ധാരാളം ദുരൂഹതകളാണ് പുറത്തു വരുന്നത്. 25 വയസ്സുള്ള സൃഷ്ടി തുലി എന്ന വനിതാ പൈലറ്റാണ് അവരുടെ ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായിരുന്നു അവരെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം? വളരെ ബോൾഡ് ആകണം പൈലറ്റ് ആകണമെങ്കിൽ. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹിന്ദി സിനിമകളിലൊക്കെ പൈലറ്റ് ആകുന്നതിന് ഒരാൾ എന്തൊക്കെ പരിശീലനങ്ങൾ ചെയ്യണം, അവരുടെ ഹൈറ്റ്, കൈയുടെ നീളം, അങ്ങനെ അവരുടെ മനസ്സ്, അവരുടെ എല്ലാ ചിന്താരീതി, വളരെ വളരെ കർക്കശമായ ട്രെയിനിങ് ഒക്കെ ഉള്ള ജോലിയാണ് പൈലറ്റ്. അതുകൊണ്ടാണ് അവർക്ക് വളരെയധികം സാലറി ലഭിക്കുന്നതും അവർ അത്രയും എലൈറ്റ് ക്ലാസ്സായി ജീവിക്കുന്നതുമൊക്കെ അത്രയും വലിയ പരിശീലനം പൂർത്തിയാക്കി വരുന്നത് കൊണ്ടാണ്. അവരുടെ മേഖലയിൽ നിന്ന്, ഈ സ്മൃതി തുലിയുടെ താമസിക്കുന്ന മേഖലയിൽ നിന്ന് വിജയിച്ചു വന്ന് പൈലറ്റായ ആദ്യ വ്യക്തിയാണ് ഈ സ്മൃതി തുലി. എയർ ഇന്ത്യയുടെ പൈലറ്റായിരുന്നു. അവരെ സംസ്ഥാന മന്ത്രിമാർ തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ അനുമോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു യുവതിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ്? തുലിയുടെ, അതായത് സ്മൃതി തുലിയുടെ അമ്മാവൻ പോലീസിന് ഒരു പരാതി നൽകി. ആ പരാതി ഞെട്ടിക്കുന്നതാണ്. സ്മൃതി തുലിക്ക് ആദിത്യ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു, 27കാരൻ. ഈ ആദിത്യ പണ്ഡിറ്റും സ്മൃതിയും ഒരുമിച്ചാണ് പൈലറ്റ് ആകുന്നതിനുള്ള പരിശീലനത്തിന് ചേരുന്നത്. അതിൽ സ്മൃതി വിജയിച്ചു, ആദിത്യ പണ്ഡിറ്റ് പരാജയപ്പെട്ടു. സ്മൃതിയുടെ ATM കാർഡ് പോലും ആദിത്യയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവർ തമ്മിൽ പിരിച്ചാൽ പിരിയാത്ത അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു, ദൃഢമായ പ്രണയത്തിലായിരുന്നു, അത്ര ഭീകരമായ പ്രണയത്തിലായിരുന്നു ഇരുവരും. ഇതാണ് അമ്മാവൻ്റെ പരാതിയുടെ ആദ്യ ഭാഗം. രണ്ടാമത് അമ്മാവൻ പറയുന്ന കാര്യം, ഈ ആദിത്യ പണ്ഡിറ്റ് സ്മൃതിയെ നിരന്തരം ശല്യം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ വെച്ചും കാറിനുള്ളിൽ വെച്ചും ഒക്കെ അപമാനിച്ചു. എങ്ങനെ? സ്മൃതി ഒരിക്കൽ മാംസഭക്ഷണം കഴിച്ചു, അതായത് നോൺ വെജ് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആദിത്യ വന്ന് വിലക്കി. ഇനി മേലിൽ നോൺ വെജ് കഴിച്ചു പോകരുത് എന്നായിരുന്നു ആദിത്യയുടെ ശകാരം. അത് സ്മൃതിയെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും സ്മൃതി ആദിത്യയെ തള്ളിപ്പറയാനോ ആദിത്യയുമായുള്ള പ്രണയബന്ധം ഉപേക്ഷിക്കാനോ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ആദിത്യയുടെ സഹോദരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ സ്മൃതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനെ ചൊല്ലിയും തർക്കമുണ്ടായി, വഴക്ക് പറഞ്ഞു സ്മൃതിയെ. ഇതൊക്കെ അമ്മാവൻ്റെ പരാതിയിലുണ്ട്. മറ്റൊന്ന്, കാറിനുള്ളിൽ വെച്ച് ഭക്ഷണകാര്യങ്ങളിൽ പോലും, ഭക്ഷണകാര്യങ്ങളിൽ, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആദിത്യ ഇങ്ങനെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഇത് അതിജീവിക്കുക ഭയങ്കര പാടായിരുന്നു സ്മൃതിക്ക് എന്ന് പറയുന്നതിൽ അമ്മാവൻ സങ്കടപ്പെടുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ സ്മൃതി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ പുലർച്ചെ ആദിത്യയെ വിളിച്ചിരുന്നു. താൻ മരിക്കാൻ പോവുകയാണ് എന്ന് അയാളെ അറിയിച്ചിരുന്നു. ഉടനെ അയാൾ ചാടിപ്പടച്ച് ആ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് അപ്പോൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മറ്റൊരാളുടെ സഹായത്തോടുകൂടി ഫ്ലാറ്റിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് ഇയാൾ അകത്ത് കയറിയപ്പോൾ ഡാറ്റാ കേബിളിൽ സ്മൃതി തുലി എന്ന 25കാരിയായ പ്രതീക്ഷകളുടെ ചിറകേറി പറന്നുയർന്ന ആ പാവം പൈലറ്റ് തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഉടനെ ഇയാൾ അഴിച്ച് താഴെയിട്ട് നേരെ അന്ധേരിയിലെ 7 ഹിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 7 ഹിൽസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു സ്മൃതിയുടെ മരണം. ആ പഠിക്കാൻ മിടുക്കി, വളരെ ദൃഢതയുള്ള കുട്ടി ആത്മാഭിമാനത്തോടെ വളർന്നു വന്ന് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചു. പൈലറ്റാകാൻ പരിശീലനത്തിന് ചേർന്നു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി എയർ ഇന്ത്യയിൽ പൈലറ്റായി ജോലി നേടി. നേടിയതിനു ശേഷമാണ് അന്ധേരിയിൽ മുംബൈയിൽ ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കുക, അത്രയും ബോൾഡായ ഒരു യുവതി, 25കാരി പൈലറ്റാകുന്നു. ആത്മാഭിമാനത്തോടെ കുടുംബം കണ്ടിരുന്ന ആ യുവതിയാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അതിന് ആദിത്യ പണ്ഡിറ്റ് എന്ന 27കാരൻ കാരണക്കാരനായി, ആ കാമുകൻ കാരണക്കാരനായി. അതിനും പറയുന്നുണ്ട്. കാരണം ഈ സ്മൃതിയുടെ ATM കാർഡും ബാങ്ക് ഡീറ്റെയിൽസും നോക്കിയിരുന്നത് ആദിത്യയായിരുന്നു. കഴിഞ്ഞ ദീപാവലി കാലത്ത്, കഴിഞ്ഞ ഒരു മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വീട്ടുകാർ പരിശോധിച്ചപ്പോൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ, കഴിഞ്ഞ ദീപാവലി ദിവസം തന്നെ, ദീപാവലിയുമായി ബന്ധപ്പെട്ട് സ്മൃതി ആദിത്യ പണ്ഡിറ്റിൻ്റെ വീട്ടുകാർക്ക് ഈ 65,000 രൂപ അയച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 65,000 രൂപ സ്മൃതിയുടെ അക്കൗണ്ടിൽ നിന്ന് ആദിത്യ പണ്ഡിറ്റിൻ്റെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ എത്രമാത്രം രൂപ ആദിത്യ തട്ടിയെടുത്തു എന്ന് മനസ്സിലാകുമെന്നും സ്മൃതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി മുംബൈ പോലീസ് ആദിത്യ പണ്ഡിറ്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്മൃതി തുലിക്ക് നീതി ലഭിക്കുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം.